വൾഗറായ ചാറ്റ്സ്, പോൺ വീഡിയോസ് അയക്കൽ, സെൽഫ് മാസ്റ്റുബേറ്റിംഗ് വീഡിയോസ് അയക്കൽ, ഇൻസിസ്റ്റിംഗ് ഫോർ ത്രീസം ഫോർസം, അതും ഓഫീസിലുള്ള ആൾക്കാരെ തന്നെ ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറയൽ. എൻ്റെ ഓഫീസ് സ്പേസിലിരിക്കുമ്പോൾ, ഓഫീസ് സ്പേസിൽ, പുറത്തു പോലും അല്ല ഞാൻ പറയുന്നത്, ഓഫീസ് സ്പേസിൽ അയാളുടെ ക്യാബിനിൽ വെച്ച് തന്നെ അവിടെ ഇവിടെ കയറി പിടിക്കുക, തൊടുക, മൊളസ്റ്റ് ചെയ്യുക, ഇതൊക്കെ കംസ് അണ്ടർ സെക്ഷൽ ഹറാസ്മെൻറ്റ്. ഒരു റേപ്പ് മാത്രമല്ല, ഒരു ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് മാത്രമല്ല സെക്ഷൽ ഹറാസ്മെൻറ്റ്, ഇതുകൂടിയുണ്ട്. ഇത് നമ്മുടെ അവിടെ എല്ലാവർക്കും, മീ ഓൾസോ ബീയിങ് എ വുമൺ, അത് ഞാൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ഒരു റെസിസ്റ്റൻസിന് നമുക്ക് ഒരു പരിധിയുണ്ട്, നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് 1.5 കൊല്ലമായിട്ട് എന്ത് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് എന്തൊക്കെ രീതിയിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും? ആളോട് തുറന്നു പറയാൻ പറ്റും, ഒഫീഷ്യൽ കൊളീഗ്സിനോട് തുറന്നു പറയാൻ പറ്റും, റെസിഗ്നേഷൻ കൊടുക്കാൻ പറ്റും, അവിടുന്ന് മാറിപ്പോവാൻ പറ്റും, പോഷ് കമ്മിറ്റിക്ക് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജാനുവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ റെസിഗ്നേഷൻ അടക്കം ഞാൻ കൊടുത്തിരുന്നു. ആൾക്ക് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെൻ്റെ ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് മാനേജറായ കാരണം എനിക്ക് ആളോടാണ് എനിക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത് വലിച്ചു നീട്ടി എന്നെ റിലീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും പറഞ്ഞിരുന്നത് എന്താ, എൻ്റെ ടൈപ്പിന് പോലത്തെ ഒരാളെ നീ കണ്ടുപിടിച്ചതാണ്. ഞാൻ 2 L1 ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട് ആൾക്ക് വേണ്ടിയിട്ട്. ആളുടെ ടൈപ്പിലുള്ള ആളെ ഞാൻ കണ്ടുപിടിക്കുക. എൻ്റെ റോളല്ല ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്.